നമസ്കാരം, ഞാൻ ബീന വിജയൻ. എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ റമദാൻ മാസമാണല്ലോ. നമുക്കൊരു നോമ്പുതുറ വിഭവമായാലോ? അതും ഒരു തരിക്കഞ്ഞി. വളരെ വ്യത്യസ്തമായ രുചിയിൽ ഒരു തരിക്കഞ്ഞി നമുക്ക് തയ്യാറാക്കിയാലോ? അതിനെന്തെല്ലാം വിഭവങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തരിക്കഞ്ഞിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു ഗ്ലാസ് പാലിനുള്ള തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ഗ്ലാസ് പാല്, അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം, പിന്നെ 1.5 ടേബിൾ സ്പൂൺ റവ, 1 ടേബിൾ സ്പൂൺ സേമിയ, 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ഏലക്ക, ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഇതിന് വറവിനായിട്ട് കാഷ്യൂനട്ട്, കിസ്മിസ്, ചുമന്നുള്ളി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് തരിക്കഞ്ഞിക്ക് ആവശ്യമുള്ളത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന റവയും സേമിയയും ഇട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാണ്. റവയും സേമിയയും ഒന്ന് റോസ്റ്റായി കിട്ടണം. സേമിയയും റവയും നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ഈ വെള്ളവും റവയും സേമിയയും കിടന്ന് തിളയ്ക്കണം. അതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ഇടുകയാണ്. ഒന്ന് തിളച്ച് കഴിഞ്ഞ് ഇതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര അത് 1 ടേബിൾ സ്പൂൺ ഇടണം. അതിനുശേഷം ഈ റവയും പഞ്ചസാരയും സേമിയയും എല്ലാം കിടന്ന് നന്നായി തിളച്ച് അത് വെന്ത് വരണം. സേമിയ വേവണം. സേമിയ റവയും നന്നായി വേവണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ചെയ്യുക. നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലും കണ്ടൻസ്ഡ് മിൽക്കും അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് പൂർണ്ണമായും അത് പാത്രത്തിൽ നിന്ന് ഇരിക്കുന്നത് പൂർണ്ണമായും ഒഴിച്ചു കൊടുക്കണം. അത് നന്നായി ഇളക്കി നല്ല തിള വരുന്നവരെ ഇളക്കി കുറുക്കിയെടുക്കുക. ഇത് പായസം പോലെ കുറുകി വരുന്നതല്ല, തീർത്തും കുറുകി വരുന്നതല്ല. നമ്മൾ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാൻ പാകത്തിന് ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിനുള്ളൊരു മധുരത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക പൊടിച്ചിടുകയാണ്. അപ്പോൾ പൊടിക്കാതെ ഇടാനൊന്ന് ചതച്ചിട്ട് ഇടാനായി ഇഷ്ടമെങ്കിൽ അത് നേരത്തെ ഇടാം. ഇതിപ്പോൾ ഞാനിവിടെ പൊടിച്ചിട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി ഇത് കുടിക്കാൻ പാകത്തിനുള്ള ഒരു
കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഒരുപാട് കുറുകേണ്ടത് ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. മധുരമെല്ലാം അവരവരുടെ പാകത്തിന് ഇടാൻ കേട്ടോ. ഇനി അത് വേറൊരു സോസ് പാൻ എടുത്ത് നമുക്കിതിനാവശ്യമായ വറവിടേണ്ടതുണ്ട്. അതിന് നല്ലൊരു സോസ് പാൻ എടുത്ത് കുറച്ച് നെയ്യ്, ഇതൊന്ന് വറവിന് വേണ്ടി മാത്രമുള്ളൊരു നെയ്യ് മതി. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചെറുതായി അരിഞ്ഞ് മൂപ്പിച്ചെടുക്കുകയാണ്. ഈ ഉള്ളി ഒന്ന് മൂത്ത് വരണം. ഇതെല്ലാം പായസത്തിൻ്റെ ഒരു കൂട്ടാണല്ലോ. നമ്മൾ ഈ തരിക്കഞ്ഞിയും ഈ പായസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഈ ഉള്ളി മൂപ്പിച്ചിടുന്നതിലാണ്. പായസത്തിൽ നമ്മൾ ഉള്ളി മൂപ്പിച്ചിട്ടില്ലല്ലോ. തരിക്കഞ്ഞിയിലാണ് ഈ ഉള്ളി മൂപ്പിച്ചിടുന്നത്. പിന്നെ ഉള്ളി മൂത്ത് വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിൻ്റെ കൂടെ ഇട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതലോ കൂട്ടിയോ ഇടാം. ഈ ഉള്ളി മൂത്ത് വരുന്ന പാകം നോക്കണം, കരിഞ്ഞു പോകരുത്. പിന്നെ ഇപ്പോൾ കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് നമ്മൾ തരിക്കഞ്ഞിയിലേക്ക് ഈ വറവിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പായസവും തരിക്കഞ്ഞിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അറിയാം. ട്രഡീഷണൽ രീതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായ രീതിയിലാണ് ഈ തരിക്കഞ്ഞി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.